ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നല്ല തിരക്കിലാണ്. അതായത് സമ്മറായാൽ പിന്നെ നമുക്കിപ്പോഴും ഈ കൃഷിപ്പണിയോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും ഇങ്ങനെ കൃഷിപ്പണി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മറായി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കാത്തിരിക്കും. കുറേ വിത്തുകളൊക്കെ നട്ട് ഇങ്ങനെ നോക്കും. നമുക്ക് വിത്തുകൾ പിടിക്കാണ്ടാകുമ്പോൾ നമ്മൾ കുറേ ചെടികൾ വാങ്ങും. കാരണം നമ്മൾ നടുന്ന വിത്തുകൾ പെട്ടെന്നൊന്നും അങ്ങനെ മുളയ്ക്കാറില്ല. കാരണം നമുക്കറിയില്ല അതെങ്ങനെയാണ് അങ്ങനെ പെട്ടെന്ന് മുളയ്ക്കുക എന്നുള്ളത്. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ കുറേ സമയം എടുക്കും. പിന്നെ ചൂടില്ലാതെ അങ്ങനെ മുളയ്ക്കില്ല. പിന്നെ ചൂടൊക്കെ വന്നു കഴിയുമ്പോൾ മുളയ്ക്കുമ്പോഴേക്കും നമ്മുടെ സീസൺ കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം. അതുപോലെ കുറച്ച് കൃഷിയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നമുക്കിവിടെ കൃഷി ചെയ്യാൻ പാടാണ്. എനിക്ക് തന്നെ നമ്മുടെ നാടാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യാനൊക്കെ നല്ലത്. പിന്നെ കൃഷി ചെയ്യാൻ അറിയാവുന്നവർ നമ്മുടെ വീട്ടിലേക്കുള്ള വെജിറ്റബിൾസ് ആയാലും അതുപോലെ ഇങ്ങനെയുള്ള ചെടികളായാലും നല്ല രീതിയിൽ തന്നെ നോക്കി വളർത്തിയെടുക്കാറുണ്ട്. പിന്നെ നമ്മളിതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളും ഇതുപോലെ എക്സ്പേർട്ട് ആവുമെന്നൊക്കെ വിചാരിക്കുന്നു. അങ്ങനെയുള്ള പ്രതീക്ഷകളാണല്ലോ നമ്മളിങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. പിന്നെ ഈ ചെടികളൊക്കെ ഞാൻ കുറച്ച് ചെടികളായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഗ്ലാഡിയോളയൊക്കെ ഉണ്ടല്ലോ, ഗ്ലാഡിയോള നമ്മൾ ബൾബ് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ വിത്തുകൾ നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാക്കറ്റായിട്ട് നമുക്ക് ബൾബ് വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിൽ തന്നെ കുറേ ബൾബുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എടുത്ത് നമുക്ക് നടാം. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് നട്ടാലും ഇത് എല്ലാം കൂടി പല കളറിലായിട്ട് ഉണ്ടാവും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ നമ്മളിങ്ങനെ ബൾബുകളൊക്കെ സെപ്പറേറ്റ് നട്ടത് കൊണ്ട് തന്നെ ഓരോന്നായിട്ടാണ് ഉണ്ടാവുന്നത്. പല കളർ ഉണ്ടായി കേട്ടോ. നേരത്തെ റെഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊരു പിങ്കിഷ് പർപ്പിൾ കളറാണ്. പിന്നെ ഈ റോസാ ചെടിയാണെങ്കിൽ ഇവിടെ വീടുകളിലൊക്കെ നിറച്ചുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഇത് വളരുന്നേ ഇല്ല. അതുപോലെ ഉണങ്ങി പോയായിരുന്നു. വെള്ളമാണെങ്കിൽ എത്ര ഒഴിച്ചിട്ടും പറ്റുന്നില്ല. അപ്പം ഞാനത് മണ്ണിൽ നടാമെന്ന് വിചാരിച്ചു, ഒരു പരീക്ഷണം. പിന്നെ ഇത് ഇപ്പം നടുന്ന ഈ ചെടിയും അതെ, ഇത് വിത്ത് വാങ്ങിച്ചതാണ്. വിത്ത് നമ്മൾ മുളച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വളർന്നു വന്നു. ഇനി പൂവുണ്ടായാൽ മതി. ഈ ചെടികളെല്ലാം തന്നെ വീടിൻ്റെ മുൻപിലായിട്ട് നടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ വീടിൻ്റെ മുമ്പിൽ മതിൽ കെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ മാൻ വന്നിട്ടെല്ലാം തിന്നുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ഈ വർഷം നമ്മളിങ്ങനെ നടാം എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ ബാക്ക് സൈഡിൽ കുറച്ച് മതിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മളിതൊക്കെ നടാമെന്ന് വിചാരിച്ചു. അടുത്ത വർഷം നമ്മൾ ബൾബൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് അടുത്ത വർഷം പിന്നെയും നടാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടുകാർക്കൊക്കെ ഇത് കാണാൻ പറ്റും, നമ്മളിപ്പോൾ നട്ടിരിക്കുന്ന ഈ ഒരു ചെടികളെല്ലാം. അപ്പോൾ അവർക്കും വലിയ സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ നൈബേഴ്സ് ആയാലും വലിയ സ്നേഹത്തിലാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷിപ്പണിയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലുള്ള ടൂൾസൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഈ ഗാർഡൻ്റെ തൊട്ടടുത്ത് അപ്പുറത്ത് തന്നെയാണ് അവരുടെ സ്വിമ്മിംഗ് പൂൾ. കുറേ അധികം സമയം അവർ സ്വിമ്മിംഗ് പൂളിൽ കിടക്കാറുണ്ട്. അവർക്ക് നമ്മുടെ പൂക്കളൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാവും. അപ്പോൾ അവരങ്ങനെ സന്തോഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ മൂലം സന്തോഷിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാവും. അപ്പോൾ നമ്മൾ മണ്ണ് കളച്ചപ്പോൾ നമുക്ക് കുറച്ച് മണ്ണിരേനൊക്കെ കിട്ടി. പ്രാവശ്യം മീനെ പിടിക്കാനായിട്ട് അത് യൂസ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കണം. സമയം കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. വീഡിയോ ഇടാൻ കേട്ടോ.